ഞാൻ മിന്നാന്ന് നമ്മുടെ എൻ്റെ വാഗ്ദാന ഡോക്യുമെന്റ് റിലീസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു പോയിന്റ് മുമ്പോട്ട് വെച്ചു. ആ പോയിന്റ് ഇതായിരുന്നു: ആ വാഗ്ദാനം ഡോക്യുമെന്റിൽ ഒരു സെക്ഷൻ 10-15 കൊല്ലമായിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളും അത് ഒരു പരിഹാരം ഉണ്ടാക്കാത്ത പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാവുന്നു, അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കുന്ന ഒരു സെക്ഷൻ. മറ്റൊരു സെക്ഷൻ ഇവിടുത്തെ തിരുവനന്തപുരത്ത് പൊട്ടൻഷ്യലും ടൂറിസമും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ, അതിൽ എന്ത് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഒരു 2 ബ്രോഡ് കാറ്റഗറീസിലാണ് ഈ ഡോക്യുമെൻ്റ്. ഇതാണ് കാര്യം അതിൽ ഞാൻ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്, ഇറക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ ജനങ്ങളെ മീറ്റ് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ ഞാൻ കേട്ടത്, കണ്ടത്, അത് മനസ്സിലാക്കിയത്, ഇവിടെ എത്രയോ പെൻഷനേഴ്സ്, നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് പെൻഷനേഴ്സും പിന്നെ സെർവിങ് ഗവൺമെൻറ് സെക്ടറിൽ പണിയെടുക്കുന്ന ജനങ്ങൾ, അവർക്ക് സാലറീസും പെൻഷൻസും കുറേ മാസമായിട്ട് കിട്ടുന്നില്ലയോ, ഡിലേ ആവുന്നുണ്ട്. അത് ഞാൻ കുറച്ച് റിസർച്ച് എല്ലാം സ്റ്റഡി ചെയ്തിട്ട് നോക്കുമ്പോൾ ഒരു 3.5 ലക്ഷം ഗവൺമെൻറ് എംപ്ലോയീസ്, പിന്നെ റിട്ടയർഡ് സ്റ്റാഫ്, അതിൻ്റെ എക്സാക്ട് നമ്പർ എൻ്റെ അടുത്തില്ല, പിന്നെ റിവിഷൻ സാലറീസ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട്, പിന്നെ എത്രയോ സാലറീസ് ആൻഡ് വേജസ് വേരിയസ് സ്കീംസ് ആൻഡ് പബ്ലിക് സെക്ടർ കമ്പനീസ് ലൈക്ക് KSRTC. ഇതിലെല്ലാം 3 മാസം 7 മാസം ആയിട്ട് ഡിലേ, പിന്നെ ശമ്പളത്തിന് ഡിലേ. അതെല്ലാം നമ്മൾ ഈ രാഷ്ട്രീയം ഡിസ്കഷനിൽ ഇതെല്ലാം ശരിക്ക് പാവങ്ങളെയും അവരെ പെൻഷനേഴ്സ് എന്ന് പറയുമ്പോൾ അവരെല്ലാം വളരെ പെയിൻഫുൾ സിറ്റുവേഷൻ, ഒരു വേദന ഉണ്ടാവുന്ന സിറ്റുവേഷനാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അവർക്ക് പെൻഷൻ അല്ലാണ്ട് വേറെ ഒരു ഇൻകമുമില്ല. അവരെ 7-8 മാസം ഇങ്ങനെ ഡിലേ ചെയ്ത് പെൻഷൻ കൊടുക്കുക, അതെല്ലാം ഏറ്റവും വലിയ ഫെയിലിയറാണ് സംസ്ഥാന സർക്കാരിൻ്റെ. നമുക്കറിയാലോ, ഇപ്പോൾ 2 ദിവസമായിട്ട് മുഖ്യമന്ത്രി പറയുന്നു അതെന്നെ ഒരു പുതിയ രാഷ്ട്രീയ ഡ്രാമ, സെൻട്രൽ ഗവൺമെന്റ് കാശ് തന്നിട്ടില്ല. അതിന്റെ സുപ്രീം കോർട്ട് പറഞ്ഞല്ലോ, മിസ്മാനേജ്മെന്റ് ഓഫ് ഇക്കോണമി ഈസ് നോ റീസൺ ഫോർ സെൻട്രൽ ഗവൺമെന്റ് അസിസ്റ്റൻസ്. അതുകൊണ്ട് ഈ മിസ്മാനേജ്മെന്റ് ഓഫ് ഇക്കോണമി, അതിന്റെ ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ഇഫക്റ്റ്, ഏറ്റവും വലിയ വേദന, ഏറ്റവും വലിയ പെയിൻ സഹിക്കുന്നത് നമ്മളുടെ പെൻഷനേഴ്സും ഗവൺമെന്റ് എംപ്ലോയീസുമാണ്. അതിന് വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ നിർമ്മല സീതാരാമനൊരു എഴുത്ത് എഴുതിയിട്ട്, അത് ഞാൻ മീഡിയയ്ക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്, റിലീസ് ചെയ്യാൻ പോകുന്നു, അത് ഓൺ ദ റെക്കോർഡാണ്. ആ ലെറ്ററിൽ ഞാൻ എഴുതിയിരിക്കുന്നത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇനി കാശ് റിലീസ് ചെയ്യുമ്പോൾ അതിന് ഒരു കണ്ടീഷനായിട്ട് കാശ് റിലീസ് ചെയ്യണം. ആ കണ്ടീഷൻ എന്താണ്? ദാറ്റ് ഗവൺമെന്റ് ഓഫ് കേരള മസ്റ്റ് പേ all the dues to pensioners and government employees before using the money. മനസ്സിലായില്ലേ? കാശ് കൊടുക്കുമ്പോൾ, കാശ് കിട്ടുമ്പോൾ ആദ്യത്തെ യൂസ് ആ കാശിൻ്റെ ഈ പെൻഡിങ് ഡ്യൂസ്, പെൻഷനേഴ്സിൻ്റെ പെൻഡിങ് ഡ്യൂസും സാലറീസിൻ്റെ പെൻഡിങ് ഡ്യൂസ് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ വേറെ എന്തെങ്കിലും യൂസിന് അത് കാശ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ട്. അതിനൊരു കണ്ടീഷൻ ആക്കണം. അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആ കാശിന്ന് ഡെബിറ്റ് ചെയ്തിട്ട് ആ കാശ് പിന്നെ എംപ്ലോയീസിന്റെ അക്കൗണ്ട്സിൽ ഡെബിറ്റ് ചെയ്യുക. അത് വേണ്ട, അത് കുറച്ചൊരു ഡയറക്റ്റ് ഒരു ഇന്റർഫറൻസ് ആവും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. ബട്ട് ഈ ഒരു കണ്ടീഷൻ പ്ലേസ് ചെയ്ത് കാശ് കൊടുക്കുമ്പോൾ ആദ്യത്തെ യൂസ് ഓഫ് ദ മണി മസ്റ്റ് ബി ഫോർ, ഈ കാശിന്റെ ഉപയോഗം, ആദ്യത്തെ ഒരു ഉപയോഗം പെൻഷൻ ക്ലെയിം, പെൻഷൻ ഡ്യൂസും സാലറി ഡ്യൂസിന് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ സ്റ്റേറ്റ് ഗവൺമെന്റ് വേറെ ഏത് സ്കീമിലോ പ്രോഗ്രാമിലോ കാശ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഇന്നലെ. അതൊരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂ ആണ്. ഇതിൽ എല്ലാവർക്കും ഇപ്പോൾ രാഷ്ട്രീയം കാണും, അത് കാണണം, അത് ഉണ്ടാവാണ്ട് അതിന് ഒരു എസ്കേപ്പ് ഇല്ല. ബട്ട് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എത്രയോ ജനങ്ങൾ എന്നെ കയ്യിൽ പിടിച്ചിട്ട്, പെൻഷനേഴ്സ് എന്നോട് കരഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഭയങ്കര സഫറിങ് ആണ്, എന്തെങ്കിലും ചെയ്യണം മോനെ, എന്തെങ്കിലും ചെയ്യണം.
അപ്പോൾ എനിക്കിപ്പോൾ ആസ് എ സെൻട്രൽ മിനിസ്റ്ററോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ്റെ റെപ്രസെൻ്റ് ആയിട്ട് എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ അങ്ങനെ ഒരു പവറൊന്നുമില്ല. ബട്ട് ഇങ്ങനെ ഒരു സജഷൻ ആസ് എ ഫ്യൂച്ചർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് തിരുവനന്തപുരം ഞാൻ എഴുതിയിട്ടുണ്ട്. ആ ലെറ്റർ ഞാൻ മുമ്പോട്ട് വെക്കുന്നുണ്ട്. എല്ലാവരും ഇൻഫർമേഷന് അത് ഞാൻ മുമ്പോട്ട് വെക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. നമസ്കാരം. നിങ്ങളോ എന്തോ അല്ല 3.5 ലക്ഷം എംപ്ലോയീസും പെൻഷനേഴ്സിന്റെ എനിക്ക് എക്സാക്ട് നമ്പർ അറിയില്ല. ഞാൻ കുറച്ച് റിസർച്ച് ചെയ്യാൻ നോക്കി, അത് എനിക്ക് കിട്ടുന്നില്ല അത് എക്സാക്ട് നമ്പർ. ബട്ട് അതും പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എൻറ്റിറ്റീസ് KSRTC, ഞാൻ KSRTC ബസ് സ്റ്റാൻഡിൽ ക്യാമ്പയിൻ ചെയ്യാൻ പോകുമ്പോൾ അവർ ഒരു ഗ്രൂപ്പ് വന്ന് എന്നെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ എത്രയോ മാസമായിട്ട് ഞങ്ങൾക്ക് സാലറി കിട്ടുന്നില്ല. അതൊരു ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു ഫെയിലിയർ, ഒരു ഓബ്ലിഗേഷൻ, ഒരു മോറൽ ഓബ്ലിഗേഷൻ. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എംപ്ലോയീസിന് കാശ് കൊടുക്കുക, കാശ് അവരുടെ സാലറീസും ഡ്യൂസ് കൊടുത്തില്ലെങ്കിൽ അതൊരു ഫെയിലിയർ അല്ലേ? എന്താ അവരുടെ മോട്ടിവേഷൻ, അവരുടെ എന്തായിരിക്കും മെന്റൽ സ്ഥിതി? ഇവരെല്ലാം പബ്ലിക് സർവീസസ് ചെയ്യുന്ന ജനങ്ങളല്ലേ. ഗവൺമെന്റ് സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് സർവീസ് അല്ലേ. അവർക്ക് സാലറീസും പെൻഷൻസും കൊടുത്തില്ലെങ്കിൽ ഇൻ എ വേ യു ആർ കോംപ്രമൈസിങ് പബ്ലിക് സർവീസ്. 52 ലക്ഷം പേരാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ. അത് നമ്പർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ 52 ലക്ഷം പേർ. അതിൽ അവരുടെ പെൻഷൻ ഈ പറഞ്ഞ പോലെ ഡ്യൂ ഉണ്ട്, പല സമയത്തും കൊടുക്കാൻ സാധിക്കും. സർക്കാർ പറയുന്നത് ഈ പെൻഷനുകളെല്ലാം കൊടുക്കാൻ സാധിക്കാതെ പറ്റാതെ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈ നമ്പർ അങ്ങ് പറഞ്ഞ സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ചവരെക്കാൾ കൂടുതലാണ് ഈ 52 ലക്ഷം എന്ന് പറയുന്ന നമ്പർ. അതിനകത്ത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന വിഹിതം 7 ലക്ഷത്തോളം പേർക്കാണ്. കൃത്യവിഹിതം 7 ലക്ഷത്തോളം പേർക്കാണ്. അതും 1600 രൂപയല്ല, 200 രൂപ മുതൽ 500 രൂപ വരെയാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതം. ഈ വിഹിതം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങ് കേന്ദ്രത്തിന് കത്തെഴുതാൻ അങ്ങേക്ക് സാധിച്ചില്ല? ഇല്ല, അത് ഞാൻ ആ ഇഷ്യൂല് പോകുന്നില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞത് ഡ്യൂസ്. ഗവൺമെന്റ് ഓഫ് കേരള അവർക്കൊരു മോറൽ ആൻഡ് ലീഗൽ ഓബ്ലിഗേഷൻ ഉണ്ട് പെൻഷൻ കൊടുക്കാനും സാലറി കൊടുക്കാനും. ഞാൻ ആ ഇഷ്യൂലെ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. ആ ബിഗർ ഇഷ്യൂ ഓഫ് ആർക്കാണ് കോൺട്രിബ്യൂട്ടറി PFO അത് ഞാൻ ടച്ച് ചെയ്യുന്നില്ല. ഇന്ന് ഞാൻ പറയുന്നത് ഏത് സംസ്ഥാന സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മോറലും ലീഗൽ ഓബ്ലിഗേഷനാണ് അവരുടെ എംപ്ലോയീസും അവരുടെ പെൻഷൻ ഓബ്ലിഗേഷൻസ് കൊടുക്കാൻ. അത് ചെയ്യുന്നില്ല. അതൊരു ഫെയിലിയർ അല്ലേ? ആ ഫെയിലിയറിനെ ഞാൻ സോൾവ് ചെയ്യാൻ ആ ഫെയിലിയർ ആരെയാണ് സഫർ ചെയ്യുന്നത്? സർക്കാരിൻ്റെ ഒരു കോസ്റ്റിന് ഒരു കട്ട് ബാക്കും ഇല്ല. സർക്കാരിന് വണ്ടീസോ അവരുടെ മിനിസ്റ്ററിന് സാലറീസോ മിനിസ്റ്ററിന്റെ വീട്ടിലോ ഇലക്ട്രിസിറ്റി കട്ട് ബാക്ക് അങ്ങനെയൊന്നും ഞാൻ കാണുന്നില്ല. അവരെല്ലാം അങ്ങനെ ചെയ്യുന്നല്ല. ഇതിന്റെ വേദന എല്ലാം സഹിക്കുന്നത് പെൻഷനേഴ്സും എംപ്ലോയീസും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇനി ഏതെങ്കിലും ഔട്ട്ലേ കൊടുക്കുമ്പോൾ ആ ഔട്ട്ലേന്ന് ആദ്യത്തെ പ്രയോറിറ്റി കാശ് എടുത്ത് സൈഡിൽ വെച്ചിട്ട് അത് ആദ്യം എംപ്ലോയീസിനും പെൻഷനേഴ്സിനും കൊടുക്കണം എന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. അത് ഇപ്പൊ നിർമ്മലാജി അതിനെ ഡിസൈഡ് ചെയ്യും, എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യും. ആ പ്രിൻസിപ്പിൾ ആർക്കും ഒരു ഡൗട്ട്, ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവില്ല. ഇലക്ഷന് തൊട്ട് മുമ്പ് തന്നെ സംസ്ഥാന സർക്കാർ നവകേരള സദസ്സ് പോലുള്ള പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് കേരളം ഉടനീളം പറഞ്ഞത് 57,000 കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കാനുണ്ട്. ആ പണം നൽകി അല്ല, നമ്മൾ ആ സ്റ്റോറിയെല്ലാം ആ നാടകം നമ്മൾ ആദ്യം കണ്ടതല്ലേ. ആ 57,000 കോടി പറഞ്ഞു, പിന്നെ നിർമ്മല സീതാരാമൻ ഇവിടെ വന്നു, ആ നമ്പർ 57,000 കോടിയിൽ നിന്ന് 5,000 കോടിയായി. പിന്നെ സുപ്രീം കോർട്ട് പോയി. സുപ്രീം കോർട്ട് എന്താ പറയുന്നത്? ഇന്റർ മോഡലിൽ സുപ്രീം കോർട്ട് പറയുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇസ് നോട്ട് ബൗണ്ട് ടു ഇന്റർവീൻ ഇഫ് ദർ ഇസ് ഗ്രോസ് ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ബൈ ദ സ്റ്റേറ്റ്. RBI പറയുന്നു ഇത് ഏറ്റവും ഫൈനാൻഷ്യലി സ്ട്രെസ് സ്റ്റേറ്റ് ആണ്, മോസ്റ്റ് ഫൈനാൻഷ്യലി മിസ്മാനേജ് സ്റ്റേറ്റ് ആണ്. RBI പറയുന്നു. ഇത് ഞാനല്ല പറഞ്ഞു, ഇത് രാഷ്ട്രീയമൊന്നുമില്ല. ഇതൊരു കോമൺ സെൻസ് അല്ലേ? ഇക്കോണമി ഗ്രോ ചെയ്യുന്നില്ലെങ്കിൽ ഗവൺമെന്റ് റിസോഴ്സസ് ഉണ്ടാവില്ല. റിസോഴ്സസ് ഇല്ലെങ്കിൽ അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി ഓബ്ലിഗേഷൻ ഉണ്ടാവാൻ കാശ് ഉണ്ടാവില്ല. അതെ, അല്ല, ആ കേസ് കണ്ടിന്യൂ അല്ല, അത് ഞാൻ ആ ഡിസ്പ്യൂട്ടിൽ പോകുന്നില്ല. ഞാനിപ്പോ ഒരു കമ്പാഷനറ്റ് ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂനെ ഞാൻ ഡീൽ ചെയ്യുന്നു. ഞാനിപ്പോ ഈ ഡിബേറ്റിൽ ഇപ്പോൾ പെടാൻ പോകുന്നില്ല.
ആരാണ് റെസ്പോൺസിബിൾ, അത് ഇപ്പോൾ സബ് ജുഡീസ് മാറ്റർ അല്ലേ, അത് അവിടെ ആർഗ്യൂ ചെയ്യട്ടെ. അവിടെയാണല്ലോ കപിൽ സിബൽ ഗവൺമെന്റ് ഓഫ് കേരളന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ലീഗലായിട്ട് പറയുന്നത് നമ്മുടെ കേരളയിൽ ഇക്കണോമിക് ആക്ടിവിറ്റി ഈസ് നോട്ട് പോസിബിൾ. ഇവിടെ IT ടൂറിസം മാത്രമേ പോസിബിൾ ഉള്ളൂ. അപ്പൊ ഫിഷറീസ് നടക്കില്ല എന്നാ പറഞ്ഞത്, അഗ്രികൾച്ചർ നടക്കില്ല എന്നാ പറഞ്ഞത്, മാനുഫാക്ചർ നടക്കില്ല എന്നാ പറഞ്ഞത്, വേറെ ഒരു ആക്ടിവിറ്റീസ് നടക്കില്ല എന്നാ പറഞ്ഞത് സ്റ്റേറ്റ് ഗവൺമെന്റ്. അത് വേണ്ട you get into the debate separately. I'll have a debate. That is why they are in Supreme Court. The Supreme Court will decide that. Why you deciding it? No. That is why they've gone to Supreme Court. Why should you second judge the Supreme Court? Supreme Court will decide. Wait, be patient. ഇതെല്ലാം പറഞ്ഞിട്ടല്ല അവിടെ പോയിരിക്കുന്നത്. അത് വിട്, അത് സുപ്രീം കോടതി തീരുമാനിച്ചോളും. ഇവിടെ അങ്ങനെ അതിനെ സ്പിന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് സുപ്രീം കോടതിയിൽ അവിടെ ലോയർ ഉണ്ട്, കപിൽ സിബൽ ഉണ്ട്, ഗവൺമെന്റ് ഓഫ് കേരള ലോയർ. ഇവിടെ ഇക്കണോമിക് ആക്ടിവിറ്റി ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ സബ്മിഷൻ ചെയ്യുന്നുണ്ട്. അത് അവിടെ ഡിസൈഡ് ചെയ്യും. ഞാൻ ഇന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഷുഡ് അറ്റ്ലീസ്റ്റ് ടുഡേ ഇന്റർവീൻ ആൻഡ് സേ പെൻഷനേഴ്സും സാലറീസും കൊടുക്കാൻ ഇവിടെ ഒരു പദ്ധതി, ഒരു സംവിധാനം ഉണ്ടാക്കണം. അത് ഔട്ട്ലേ കൊടുക്കുമ്പോൾ അതൊരു പ്രയോറിറ്റി ആയിട്ട് ആക്കണം എന്നാണ് ഞാൻ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. അത് അതിനെ പറ്റി എന്തുണ്ടെങ്കിൽ ഞാൻ സ്റ്റേറ്റിനെ പറ്റിയല്ല, ജനങ്ങളെ പറ്റി ഞാന് അവരുടെ സമ്പത്ത് വാങ്ങുന്ന അല്ലെങ്കിൽ പെൻഷനോ ശമ്പളമോ എന്നുള്ള നിലയ്ക്ക് വാങ്ങുന്ന ആളുകൾ അവരെ പറ്റി ഇത്രയും കൺസേൺ എടുക്കുമ്പോൾ സംസ്ഥാനത്തിന് കൊടുക്കാവുന്ന പണം അല്ലെങ്കിൽ കൊടുക്കേണ്ട പണത്തെ സംബന്ധിച്ച് അത് നൽകണമെന്ന് അതല്ല ഇപ്പൊ ഡിസ്പ്യൂട്ട് സുപ്രീം കോടതിയിൽ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞു അങ്ങനെ ഒന്നും കൊടുക്കാനില്ല. FM നിർമ്മല സീതാരാമൻ അല്ല അത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? വെറുതെ കൊടുക്കേണ്ടി വന്നു എന്നല്ല. സുപ്രീം കോർട്ട് പറഞ്ഞു പ്ലീസ് ഗിവ് സം മണി ആൻഡ് ഹെൽപ്പ് കേരള ആൻഡ് ദേ ഹാവ് ഗിവൻ ബോറോയിങ് ലിമിറ്റ്സ് ഹാവ് ബീൻ ഇൻക്രീസ്ഡ്. കൊടുക്കേണ്ടി വന്നു എന്ന് ഞാനേ നോക്കെ ഒരു മിനിറ്റ്. ആ ഇഷ്യൂല് എന്നെ ഡ്രാഗ് ചെയ്യണ്ട. അത് സബ്ജൂഡിസ് ഇഷ്യൂ ആണ്. എല്ലാവർക്കും ഒരു വ്യൂ ഉണ്ട്, അത് ഉണ്ടാവണം. ആ വ്യൂ എല്ലാം സുപ്രീം കോർട്ട് കേട്ടിട്ട് അവർ ഡിസൈഡ് ചെയ്യും. ഞാൻ ഇത് പെടാൻ പോകുന്നില്ല. കേരള ഗവൺമെന്റിന്റെ പ്രോപ്പഗാൻഡയെ ഞാൻ അതിനെ ഫോർവേഡ് എടുക്കാൻ ഞാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് ഒരു സിമ്പിൾ ഇഷ്യൂ, ഒരു സ്റ്റേറ്റ് സംസ്ഥാന ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു മോറൽ റെസ്പോൺസിബിലിറ്റിയാണ് പെൻഷൻ ആൻഡ് സാലറീസ് പേ ചെയ്യേണ്ടത്. അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഗവൺമെന്റ് ഇന്ത്യയോട് ഞാൻ പറയുന്നു ഒരു സംവിധാനം, ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കും. അവിടുന്ന് ഔട്ട്ലേക്ക് കൊടുക്കുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് എംപ്ലോയീസിനും പെൻഷൻ്റെ കാശ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അതിന്റെ ആൻസർ അവർ തരും. അത്രേ ഉള്ളൂ. എല്ലാം ഇത് ഞാൻ കേൾക്കുന്നത് ഇപ്പൊ ജനങ്ങളെ മീറ്റിംഗ് കേൾക്കുമ്പോൾ എല്ലാം ക്ഷേമ പെൻഷനും സർവീസ് പെൻഷനും സാലറീസും എല്ലാം എറിയേഴ്സിലാണ്. അതല്ല ഓബ്ലിഗേഷൻ, ഒരു സംസ്ഥാന സർക്കാരിന്റെ ഓബ്ലിഗേഷൻ അല്ലത്. ഒരു കമ്പനിയിൽ പണിയെടുക്കുമ്പോൾ 7 മാസം 8 മാസം സാലറി കിട്ടിയില്ലെങ്കിൽ അത് ശരിയാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പെൻഷനർ ആണെങ്കിൽ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ അത് ശരിയാണോ? അതൊരു ലീഗൽ ഓബ്ലിഗേഷൻ, മോറൽ ഓബ്ലിഗേഷൻ അല്ലേ? അതാണ് ഞാൻ പറയുന്നത്. അതൊരു സിമ്പിൾ പോയിന്റ് ആണിത്. ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനി എനിക്ക് 7 മാസം 8 മാസം സാലറി തന്നില്ലെങ്കിൽ അതൊരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ്, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ബിറ്റ്വീൻ കമ്പനി ആൻഡ് എംപ്ലോയി. ഇത് സെയിം വേ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് എംപ്ലോയി. വേറെ ഒന്നും ഇല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിലുള്ള കേരളത്തിലുള്ള ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയില്ലാന്ന് പറഞ്ഞ അവിടുത്തെ പ്രൊട്ടസ്റ്റ് ഉണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ അറിയില്ലേ? ഇവിടെ എത്രയോ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ്സും കംപ്ലയൻസും ചെയ്തിട്ടില്ല. അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് അങ്ങനെ ഒരു സ്കീമിൽ കാശ് കൊടുക്കുന്നില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതൊന്നും നടക്കാൻ പോകുന്നില്ല. അവര് കംപ്ലയൻസ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും ചെയ്തില്ലെങ്കിൽ ആ സ്കീമിന് ഫണ്ട് വരില്ല. So I want to ask you about the PIL that has been rejected today. Are cases like this indicative of your opponents being on shaky ground? But this is a question you should ask them, no? That in an election, when people are debating what
political parties and leaders are going to do to improve people's lives. One political party has only the time and the effort and a narrative of lies, more lies. And when one lie is exposed, you move to the next lie. And when that lie is exposed, you move to the third lie. Now you have to ask them, is it a congenital defect that they have, or is it something of a desperation? I can't answer that. So you said as the future representative of this constituency, what gives you the confidence in where you draw? I don't have any confidence. I know clearly that the people of Tirunelveli want change. They've already given opportunities, 3 opportunities to one opponent and 1 opportunity to another one. And they are certainly interested in some change and development and prosperity. Thank you. Namaskaram.